ഇതേവരെ എന്റെ ശബ്ദം കേൾക്കാൻ ആവേശത്തോടെ തള്ളിക്കയറിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ വിവാഹത്തെ കുറിച്ച് പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരെങ്കിലും എന്റെ ചര്യ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? എന്റെ ചര്യയെ എന്റെ സുന്നത്തിനെ അവൻ ആചരിച്ചു കൊള്ളട്ടെ. ആർക്കെങ്കിലും എന്റെ കൂടെ വരണോ? അല്ലാഹുവിന്റെ റസൂൽ എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവൻ എന്റെ സുന്നത്ത് ആചരിച്ചു കൊള്ളട്ടെ. കദം കദം സുന്നത്തെ റസൂൽ पर चलो मिलेंगे जन्नत के रिजर्वेशन कदम कदम सुन्नते रसूल पर चलो അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലൂടെ നടക്ക്. അല്ലാഹു നിനക്ക് നൽകുന്ന സ്വർഗത്തിന്റെ റിസർവേഷനാ. എന്റെ കുടുംബം എന്ന ഈ വിഷയത്തിന്റെ ഒരു ഭാഗം അവസാനിപ്പിക്കുമ്പോ ഈ കുടുംബത്തിന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഇന്ന മിൻ സുന്നത്തി അന്നികാ സുന്നത്തെ അന്നികാ. എന്റെ സുന്നത്തിൽ പെട്ടതാണ് വിവാഹമെന്ന്, എന്റെ സുന്നത്തിൽ പെട്ടതാണ് വിവാഹമെന്ന്, എന്റെ സുന്നത്താണ് വിവാഹമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ചര്യയാണ്, സുന്നത്താണ് നിക്കാഹ്. ഒരു സുന്നത്തിന്റെ പ്രതിഫലം എന്താണെന്നറിയുമോ? സുന്നത്തിന്റെ പ്രതിഫലം എന്താണെന്നറിയുമോ? ഈ ശപിക്കപ്പെട്ട കാലത്ത് ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി പടക്കളത്തിൽ അടരാടി പോരാടി കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ട് രക്തം തടം തള്ളിയാ തൊടുകയാ 100 ഷഹീദിന്റെ പ്രതിഫലമാ. 100 ഷഹീദിന്റെ പ്രതിഫലമാ. ഒരു ഷഹീദിന്റെ പ്രതിഫലം എന്താന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി രക്തം കൊടുത്ത ഷഹീദിന്റെ പ്രതിഫലം എന്താ? അയാളുടെ രക്തത്തുള്ളി, ഒരു ഷഹീദിന്റെ രക്തത്തുള്ളി, അതിന്റെ ആദ്യത്തെ തുള്ളി ഭൂമിയിൽ വീണ അവന്റെ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ ഒരു രക്തത്തുള്ളി താഴെ വീണാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ ഷഹീദിന്റെ ഒരു രക്തത്തുള്ളിയുടെ പ്രതിഫലമാണെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ നിക്കാഹ് കഴിച്ചാൽ അവനിതേപോലെ 100 ഷഹീദിന്റെ പ്രതിഫലമാ. സഹോദര, നിക്കാഹ് എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല, അത് വിനോദമല്ല, ആർഭാടമല്ല, അത് മത്സരമല്ല. നിക്കാഹ് എന്ന് പറഞ്ഞാൽ 100 ഷഹീദിന്റെ പ്രതിഫലമാ. ഒരു ഹദീസ് കൂടി എന്റെ ചെറുപ്പക്കാരെ കേൾക്കണേ. വിവാഹത്തിന്റെ ആവശ്യകത എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്ന പ്രായമായി, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കേണ്ട പ്രായമായി. എന്റെ ചെറുപ്പക്കാരൻ നന്നായിട്ടൊന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാൻ പ്രായമെത്തി, പക്ഷേ അവൻ മനഃപൂർവ്വം അവന്റെ വിവാഹത്തെ പിന്തുക്കുകയാ. എത്രയോ ആളുകളുണ്ട് 30 കഴിഞ്ഞാലും 32 കഴിഞ്ഞാലും കല്യാണം കഴിക്കാത്തവർ. ഓർത്തുകൊള്ളണേ, നിങ്ങൾ ഈ ഹദീസ് ഓർക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരാൾ വിവാഹം കഴിക്കാൻ, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്ന പ്രായമായി, പക്ഷേ നാളെയാവട്ടെ പിന്നെയാവട്ടെ അടുത്ത വർഷമാകട്ടെ എന്ന് പറഞ്ഞവൻ വിവാഹത്തെ പിന്തിച്ചു കഴിഞ്ഞാൽ അവസാനം അവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പെങ്ങാനും മരിച്ചുപോയാൽ, വിവാഹം പ്രായമെത്തിയ ഒരു യുവാവ് അവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പെങ്ങാനും മരിച്ചുപോയാൽ സറഫൽ മലായികത്തു വദ്ഹു അൻഹൗലി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ പരലോകത്തിന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ ആ ചെറുപ്പക്കാരൻ വരുമ്പോ മലക്കുകൾ അവന്റെ മുഖം പിടിച്ച് തിരിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കേൾക്കണേ ചെറുപ്പക്കാരാ, വിവാഹപ്രായമെത്തിയിട്ട് മനഃപൂർവ്വം അത് ചിന്തിച്ചു കളഞ്ഞാൽ, വിവാഹം കഴിക്കാതെ എന്നാലും ഒരാൾ മരിച്ചുപോയാൽ നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസറിന്റെ ഓരത്തെത്തുമ്പോ മലക്കുകൾ അവന്റെ മുഖം പിടിച്ച് തിരിച്ചു കളയും. നിനക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസറില്ല. മനസ്സിലായോ സഹോദര? ഇത്രയും വലിയ വിഷയം പറയാനുള്ള കാരണം എന്താ? ഉസ്താദെന്താ ദിക്ർ പറയാത്തതെന്ന് ചിന്തിക്കരുത്, ഉസ്താദെന്താ റമളാൻ പറയാത്തതെന്ന് ചിന്തിക്കരുത്. ഇതിനേക്കാൾ വലിയൊരു ദിക്റുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു ഇബാദത്തുണ്ടോ? വിവാഹ
ബന്ധമെന്ന് പറഞ്ഞാൽ ദീനിന്റെ രണ്ട് ഭാഗമല്ലേ, അത് പറയാത്ത മറ്റൊരു ജീവിതമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പ്രായമെത്തിയിട്ട് കല്യാണം കഴിക്കാതെ മരിച്ചുപോയവന് മലക്കുകൾ അവന്റെ മുഖം പിടിച്ച് തിരിച്ചു കളയുമെന്ന് ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയ ആഗ്രഹം എന്താ? നാളെ പരലോകത്തിൽ ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദല്ലാതെ മറ്റൊരു വെള്ളം കുടിക്കാറില്ലാത്ത അവസ്ഥയിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതെന്താ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹൗദൽ കൗസറിൽ നിന്ന് കോരി കുടിക്കാൻ എന്തോ ഒരാഗ്രഹമാണ് നമുക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഹൗദൽ കൗസർ കുടിക്കാനല്ലേ. പാലിനേക്കാൾ വെളുപ്പുള്ള, തേനിനേക്കാൾ മധുരമുള്ള, ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെക്കാൾ എണ്ണത്തിൽ കോരി കുടിക്കാൻ കോപ്പകൾ നിരത്തി വെച്ച പാലിനേക്കാൾ വെളുപ്പാണ് ഹൗദിന്, തേനിനേക്കാൾ മധുരമാണ് ഹൗദിന്. ആ ഹൗദൽ കൗസർ അതിന്റെ ഓരത്ത് വെച്ചിരിക്കുന്ന എത്രയോ കോപ്പകളാണ് കോരി കുടിക്കാൻ. പരലോകത്ത് തിന്നുമ്പോൾ കുടിക്കാനുള്ള ഒരേ ഒരു വെള്ളമല്ലേ. ദാഹിച്ച് പരവശരായി ഇത്രയും നാള് നമ്മൾ സൂര്യന്റെ താഴെ ചൂടനുഭവിക്കുമ്പോൾ എന്തോ ഒരു ദാഹമാ. ഒരു ചാൺമകളിൽ സൂര്യൻ വരുമ്പോൾ ദാഹം സഹിക്കാൻ കഴിയോ? ആ സമയത്ത് നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നതെന്താ? അല്ലാഹുവിന്റെ തിരുദൂതരുടെ ഹൗദൽ കൗസർ കുടിക്കാൻ ആഗ്രഹിക്കുമ്പോ വിവാഹത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താ? വിവാഹ പ്രായമെത്തിയിട്ട് അവൻ വിവാഹം കഴിക്കാതെ മരിച്ചു പോയാ നാളെ ഹൗദൽ കൗസറിന്റെ ചാരത്തവനെത്തില്ല. മലക്കുകൾ അവന്റെ മുഖം പിടിച്ച് തിരിച്ചു കളയുമെന്ന് ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ആഗ്രഹം ഹൗദൽ കൗസറാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തൃക്കരങ്ങൾ കൊണ്ട് കോരി കുടിക്കാൻ പറ്റുന്ന ഹൗദൽ കൗസറാണോ? ഇന്നാ നർജു ഇലാ കസി ഹൗദിക ലിൽ ആതാസ് യൗമാ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. ഓ നബിയേ, ഹൗദൽ കൗസർ കുടിക്കാൻ പറ്റാത്ത വിഭാഗം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ? 4 ദിവസം കൊണ്ട് കുടുംബം പറയാനുള്ള കാരണം എന്താന്ന്? നിസ്കരിക്കാത്തവന് മാത്രമല്ല ഹൗദൽ കൗസർ ഇല്ലാത്തത്, സക്കാത്ത് കൊടുക്കാത്തവന് മാത്രമല്ല ഹൗദൽ കൗസർ ഇല്ലാത്തത്. ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാനുള്ള പ്രായമായിട്ട് അവൻ എന്തുകൊണ്ട് കല്യാണം ബന്ധിക്കുന്നു? ചില ആളുകൾക്ക് പ്രേമനൈരാശ്യം ഉദ്ദേശിച്ചതിനെ കിട്ടിയില്ല, അതുകൊണ്ട് ബന്ധിക്കും. 30, 32 ഒക്കെ ആയിട്ട് വിവാഹം ബന്ധിക്കുന്നവരുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു, എങ്ങാനും പക്വത എത്തിയിട്ട് പിന്നെ കല്യാണം കഴിക്കാതെ മരിച്ചുപോയാൽ, ഈ പറയണതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലായി നിങ്ങൾക്ക്? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാർ പറയും, ഈ ഉസ്താദ് വേണം ബാബു, അപ്പാടെ എത്ര നാളുകൊണ്ട് ഞാൻ പറയണ എനിക്ക് പ്രായമായി അങ്ങേരല്ലേ ബന്ധിക്കണത്, ഇനി എങ്കിലും ഒന്ന് നടക്കും. വാപ്പായോട് പറഞ്ഞ് ഞാൻ മടുത്തു. പല അടയാളവും കാണിച്ചു കൊടുത്തു. ഈ ചെറുപ്പക്കാര് പിള്ളേര് കല്യാണം കഴിക്കാൻ പ്രായമായാൽ എനിക്കൊരു കല്യാണം കഴിക്കണമെന്നൊരാഗ്രഹം തോന്നിയ അവർ വാപ്പാട് വന്നിട്ട് എനിക്കൊരു കല്യാണം കഴിപ്പിച്ചു തരണോ? അവര് ചില അടയാളങ്ങൾ കാണിക്കും. എന്താ അത്? എല്ലാവരും കൂടെ വൈകുന്നേരം അത്താഴം കഴിക്കാതിരിക്കുമ്പോൾ ഈ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള മക്കൾക്ക് കല്യാണം കഴിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് പാപ്പ എങ്ങനെ മനസ്സിലാക്കണം? അവൻ വൈകുന്നേരം ചോറൊക്കെ ഉണ്ണുമ്പോൾ ഒരല്പം ബാക്കി വെച്ചിട്ട് അവൻ പാടേന്ന് എഴുന്നേറ്റ് പോകും. എൻ്റെ പൊന്നു പാപ്പ, എൻ്റെ ബാക്കി തിന്നാൻ ഒരാളില്ല. അപ്പൊ അങ്ങനെ ചില അടയാളങ്ങളൊക്കെ നൽകും. അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ? ഒരു ആൾ കല്യാണം കഴിക്കാനുള്ള പ്രായമെത്തിയാൽ, ഇൻഷാ അല്ലാഹ് ഖുർആനിലെ സ്ത്രീയാണ് നമ്മുടെ ഭാര്യയാണ് നമ്മുടെ വിഷയം. ധാരാളം ആളുകൾ വേഷവിധാനവും മറ്റു കാര്യവും ഒക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് ധാരാളം കാര്യം ഖുർആനിലെ കല്യാണം കേൾക്കണം. ഖുർആനിലെ കല്യാണം കേൾക്കണോ? ലോകത്ത് ഒരിടത്തും നടക്കാത്ത കല്യാണം ഖുർആനിലെ കല്യാണം. നിങ്ങൾ വിചാരിക്കരുത് മുസ്ലിയാർ എന്താ പറയുന്നത്? ഖുർആനാണ്. ഖുർആൻ പഠിക്കണം സഹോദരങ്ങളെ. നമുക്ക് എല്ലാത്തിനോടും വലിയ അടുപ്പമാണ്. ജീവിതത്തിൽ ഖുർആൻ കൈകൊണ്ടുകൂടില്ല, അല്ലേ? നമുക്ക് ഖുർആനുമായിട്ടൊരു ബന്ധമില്ല, ബാക്കി എല്ലായിട്ടും നമുക്ക് ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് വളരെ പരിമിതമാണ്. ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ വീട്ടിലെ ഖുർആൻ എവിടെയാന്ന്? ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാം ഖുർആനിലെ കല്യാണം.
ഞാൻ ഈ പറയുന്നതോറും വിഷയം നീണ്ടുന്നല്ലാതെ കുറയുന്നില്ല. അതെന്ത് ഉസ്താദ് അങ്ങനെ?